നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. എഴുതിയ മിക്ക ഗാനങ്ങളും പ്രതിഭയുടെ പ്രതാപം കൊണ്ട് വയലാറിന്റേതെന്ന് അറിയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു നിർഭാഗ്യവാനായ കവിയുണ്ട് മലയാളത്തിന്. ഹൃദ്യവും മനോഹരവുമായ 3000-ലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീകുമാരൻ തമ്പി. പക്ഷേ അദ്ദേഹത്തിന് ഗാനം എഴുതാൻ അറിയില്ല എന്നാണ് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ കണ്ടെത്തൽ. സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം, ഗാനരചന, സംഗീത സംവിധാനം, കവി, നോവലിസ്റ്റ്, ടെലിവിഷൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം പ്രതിഭ തെളിയിച്ച ഈ വയോധികൻ പറയുന്നത് അദ്ദേഹം അപമാനിതനായെന്ന. കേരള ഗാനത്തിനായി ശ്രീകുമാരൻ തമ്പി സാഹിത്യ അക്കാദമിക്ക് നൽകിയ ഗാനത്തിലെ ചില വരികളിൽ ക്ലീഷേ പ്രയോഗങ്ങളാണുള്ളതെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ആരോപിച്ചു. ഇത് വൻ വിവാദമായിരിക്കുകയാണ്. പാട്ടിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ല എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഒടുവിൽ BK ഹരിനാരായണന്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചത്. ആവശ്യപ്പെട്ട തിരുത്ത പാട്ടിൽ വരുത്തുവാൻ ഹരിനാരായണൻ തയ്യാറായി. ഈ ഗാനത്തിന് സംഗീത സംവിധായകൻ ബിജിപാൽ ഈണം നൽകുമെന്നുമാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. ക്ഷിപ്രകോപിയും തന്റേടിയുമായ ശ്രീകുമാരൻ തമ്പി ഇതിനെതിരെ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ഒരു ഹിന്ദു സംഘടനയുടെ അവാർഡ് വാങ്ങിയതാണ് തന്റെ പാട്ട് തള്ളാൻ കാരണമെന്ന് ശ്രീകുമാരൻ തമ്പി ആരോപിച്ചിരുന്നു. തന്നെ ആരും ഒന്നും അറിയിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. ക്ലീഷേ എന്ന പ്രയോഗം തന്നെ അപമാനിച്ചു. ഗാനം നിരസിക്കാം, പക്ഷെ അത് അറിയിക്കണമായിരുന്നു. അത് കത്തിലൂടെ അറിയിച്ചില്ല. അങ്ങനെ കത്തെഴുതാൻ തന്തയ്ക്ക് ജനിക്കണം. താൻ തന്തയ്ക്ക് പിറന്നത് കൊണ്ട് ഏത് സത്യവും പറയും. ആരെയും ഭയവുമില്ല. സച്ചിദാനന്ദന് തന്റെ പേരിന്റെ അർത്ഥം പോലും അറിയില്ല എന്നും ശ്രീകുമാരൻ തമ്പി ആഞ്ഞടിച്ചു. 3000-ലധികം പാട്ടുകൾ എഴുതിയ തനിക്ക് KC അബൂബക്കർ എന്ന ഗദ്യകവിയുടെ മുമ്പിൽ അപമാനിതരാകേണ്ടി വന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പക്ഷേ ഒന്നോർക്കണം, ശ്രീകുമാരൻ തമ്പി എന്ന അകലെയകലെ നീലാകാശവും ഹൃദയ സരസിലെ പ്രണയപുഷ്പവും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തവും വൈക്കത്തിലഷ്ടമി നാളിലെ ഉത്തര സ്വയംവരവും ഏലം പാല പൂത്തതും ഇലഞ്ഞിപ്പൂ മണം ഒഴുകി വന്നതും അടക്കം മലയാളി നെഞ്ചിലേറ്റിയ ഒരുപിടി ഗാനങ്ങൾ എഴുതിയ ഒരു കവിക്ക് സാഹിത്യ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റിന്റെ ഒരാവശ്യവുമില്ല. ശരിക്കും ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ് 83-ാം വയസ്സിലും എഴുത്തിൽ സജീവമായ ആ മനുഷ്യൻ. മലയാള ഭാഷ തൻ മാതക ഭംഗിയെക്കുറിച്ച് എഴുതിയ കവി ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു. ശ്രീകുമാരൻ തമ്പി എന്നും കലഹപ്രിയനായിരുന്നു. തന്റേടിയും നിർഭയനും. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരോടും തുറന്നടിക്കും. വയലാർ അവാർഡ് ലഭിച്ചപ്പോൾ അത് തനിക്ക് മുൻപേ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ആരൊക്കെയോ പാര വെച്ചത് കൊണ്ടാണ് അത് കിട്ടാതെ പോയതും എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഈയിടെ IFFKയിൽ അതിഥിയായി എത്തിയ അദ്ദേഹം തനിക്കെതിരെ എഴുതിയ ഒരു യൂട്യൂബറെ പരസ്യമായി ചീത്ത വിളിച്ചതും വാർത്തയായിരുന്നു. മറ്റുള്ളവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ സ്വന്തം സൃഷ്ടികളെ മാറ്റിമറിക്കുവാൻ അദ്ദേഹം സമ്മതിക്കില്ല. സന്ധി ചെയ്യാതെ സ്വന്തം ആദർശങ്ങളെ മുറുകെ പിടിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. തന്റെ ആദ്യ നോവലായ കാക്കത്തമ്പുരാട്ടി ചലച്ചിത്രമാക്കിയപ്പോൾ അതിലെ സ്ത്രീ കഥാപാത്രത്തെ പുനർവിവാഹം കഴിപ്പിക്കുന്ന രീതിയിലേക്ക് കഥയിൽ മാറ്റമുണ്ടാകണമെന്ന നിർമ്മാതാവിന്റെ ആവശ്യം പാടെ നിഷേധിച്ചതിനാൽ അന്ന് സിനിമയാകാതിരുന്ന ആ കഥ പിന്നീട് P. ഭാസ്കരനാണ് ചലച്ചിത്രമാക്കിയത്. നേരത്തെ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിനനുസരിച്ച് ഗാനങ്ങൾ രചിക്കുന്ന ഇന്നത്തെ രീതിയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പി ഇതിനെതിരെയും പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും വയലാർ, P. ഭാസ്കരൻ, ONV കുറുപ്പ് എന്നിവരുടെ പേരുകളിൽ അച്ചടിച്ചിറക്കിയിട്ടുമുണ്ട്. ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ പോലെ പല പ്രശസ്തരായ സിനിമാ താരങ്ങൾക്കും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കിയതും ശ്രീകുമാരൻ തമ്പി തന്നെ. എന്നിട്ടും അവർ തന്നെ അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ സിനിമ എന്ന പേരിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും 1977-ലെ സാൻ ഫ്രാൻസിസ്കോ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ ഒരു നല്ല ഗാനരചയിതാവ് എന്ന നിലയിലെ കീർത്തി അദ്ദേഹത്തിന് മറ്റു മേഖലയിൽ നിന്നും കിട്ടിയിട്ടില്ല.
കലയെ കൊലയാക്കി മാറ്റുന്ന ഗായകരും ഗാനരചയിതാക്കളുമുള്ള ഈ കാലത്ത് ഇദ്ദേഹത്തെ പോലുള്ള പ്രതിഭകൾ പകരം വെക്കാനില്ലാത്ത മുത്തുകളാണ്. അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് യഥാർത്ഥത്തിൽ ക്ലീശയായ കുശുംബം വെച്ചുകൊണ്ടിരിക്കുന്നത്.